ശ്രീ ഫസൽ ഗഫൂർ, ഇന്നലത്തെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം താങ്കളും കേട്ടിരിക്കും. ഇന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണവും കണ്ടിരിക്കും. അദ്ദേഹത്തിന് വിരോധം മുസ്ലിം ലീഗിനോടാണ്. അദ്ദേഹത്തിൻ്റെ ശ്വാസമുട്ട്, മലപ്പുറത്ത് പോകുമ്പോഴുള്ള ശ്വാസമുട്ട് മുസ്ലിം ലീഗ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൈയടക്കി എന്നതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ചില കണക്കുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം ഈഴവ വിഭാഗത്തിന് ഒറ്റ സ്ഥാപനം പോലുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇതിൽ MES പ്രതിനിധി എന്ന നിലയ്ക്ക് താങ്കൾക്ക് പറയാനുള്ളത്? ആദ്യം തന്നെ അദ്ദേഹം തെറ്റിച്ചാൽ പറഞ്ഞിരിക്കുക. ഇവിടെ 56% മുസ്ലിമുകളെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ 2012 സെൻസസ് അനുസരിച്ച് 70% മുസ്ലിമുകൾ. അത് ഫസ്റ്റ്. അപ്പോൾ അതിന് തതുല്യമായിട്ടുള്ള രീതിയിൽ സ്ഥാപനങ്ങളുണ്ടാവും. അതിലെന്ത് അത്ഭുതം ഉണ്ടാവുക? ഉദാഹരണമായിട്ട് കോട്ടയം ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ ഒന്നും MESനും അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് എയ്ഡഡ് സ്ഥാപനങ്ങളൊന്നുമില്ലല്ലോ. കാരണം അവിടെ ക്രൈസ്തവ സമുദായമാണ് മുൻതൂക്കമുള്ളത്. അതുകൊണ്ട് ഒന്ന്. രണ്ടാമത്, അദ്ദേഹം പറയുന്നതിൽ തെറ്റുകളൊക്കെ ഞാൻ പറഞ്ഞത്. NSSന് ഇവിടെ കോളേജ് ഉണ്ടല്ലോ. മഞ്ചേരിയിൽ എത്ര കാലമായിട്ട് അവർക്ക് ഇവിടെ കോളേജ് ഉണ്ട്. SNDPക്ക് ഇവിടെ കോളേജ് ഉണ്ടല്ലോ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10ഓളം എയ്ഡഡ് കോളേജസാണ് ഇവിടെ ഉള്ളത്. അതിൽ 7 അങ്ങാണ്ട് മറ്റേ മുസ്ലിം സമുദായത്തിൻ്റെയാണ്. ബാക്കിയുള്ളതിൽ 3 MESൻ്റെയാണ്. ഇനി അപ്പോൾ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒന്ന്. രണ്ടാമത്, സ്ഥാപനം തുടങ്ങാതിരുന്നത് എന്തുകൊണ്ടാണ്? എവിടെയെങ്കിലും ഒരു അപ്ലിക്കേഷൻ അദ്ദേഹം കൊടുത്തതായിട്ട് കാണണ്ട ഗവൺമെൻറ് മുന്നിൽ? ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥാപനം തുടങ്ങണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അംബേദ്കർ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഭരണകാലത്ത് ഒരു കോളേജ് കൊടുത്തു. ദളിതുകൾക്ക് ഒരു കോളേജ് കൊടുത്തു. അതിൻ്റെ എന്താ പറയുക, മറ്റേ അസിസ്റ്റ് ചെയ്യാനായിട്ട് MESൻ്റെ ഒരു അധ്യാപകനാണ് ഞങ്ങൾ ഡെപ്യൂട്ടേഷൻ വിട്ടുകൊടുത്തത്. ഇല്ല, ഗവൺമെൻറ് കോളേജാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മാർത്തോമയുടെ കോളേജുണ്ട് ഇവിടെ. അപ്പോൾ ആകെ എത്ര എയ്ഡഡ് കോളേജ്? നമ്മൾ സംസാരിക്കുന്ന മുഴുവൻ എയ്ഡഡ് കോളേജുകളെ പറ്റിയിട്ടാണ്. എയ്ഡഡ് കോളേജുകൾ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടാണുള്ളത്. ഇനി കുറച്ച് ചിലപ്പോൾ കൂടിയെന്നിരിക്കും. കാരണം ഒരു സമുദായം ഡോമിനൻ്റായിട്ട് കിടക്കുന്ന ഒരു ജില്ലയാണ് ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, സെൽഫ് ഫിനാൻസിങ് ഇത് തുറന്നു കൊടുത്തല്ലോ 2002 അന്ന് ഞങ്ങളെല്ലാവരും വളരെ ശക്തമായിട്ട് അധ്വാനിച്ചതിൻ്റെ ഫലമായിട്ട് പുതിയൊരു 5 എഞ്ചിനീയറിംഗ് കോളേജും ഞാനിപ്പോൾ ഇരിക്കുന്ന മെഡിക്കൽ കോളേജിലാണ്. മെഡിക്കൽ കോളേജും ഡെൻ്റൽ കോളേജൊക്കെ ഉണ്ടാക്കി. അതെല്ലാം മലപ്പുറത്തെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്, പലയിടത്തായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ എൻ്റെ ചോദ്യത്തിലുള്ളൂ, ഇതിന് അന്ന് ആ NOC എല്ലാവർക്കും എഴുതി കൊടുത്തേക്കാനാണ്. ആര് ചോദിച്ചാലും NOC കൊടുക്കുന്നു പറഞ്ഞു. എന്തുകൊണ്ട് ഇവർ പോയിട്ട് NOC വാങ്ങിച്ച് ഒരു എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജൊക്കെ തുടങ്ങിയില്ല? ഇവർക്ക് എഞ്ചിനീയറിംഗ് കോളേജും ഇല്ല, മെഡിക്കൽ കോളേജല്ലോ. അതിനൊക്കെ ഉത്തരം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശനാണ്. കാരണം എന്തുകൊണ്ട് അവർ ഈ സ്ഥാപനങ്ങൾ തുടങ്ങിയില്ലെന്ന് അവർ ആരും എതിർത്തില്ല. മാത്രമല്ല, വെള്ളാപ്പള്ളി ഈ ഗവൺമെൻറ്റായിട്ട് നല്ല ബന്ധത്തിലാണല്ലോ. യഥാർത്ഥത്തിൽ 20 കൊല്ലത്തിൽ 15 കൊല്ലം കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. ഞാൻ സ്വയാശ്രയ തുറന്നു കൊടുത്ത കാലഘട്ടം എടുത്തിട്ടാണ്. മനസ്സിലായി? 15 കൊല്ലവും ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റാണുള്ളത്. ഇനി ജാതി പറയാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ്, ഞാനത് അംഗീകരിച്ചു. എന്നാൽ കൂടി അവരുടെ വെള്ളാപ്പള്ളിയുടെ സമുദായത്തിൽ നിന്നുള്ളവരല്ലേ മുഖ്യമന്ത്രിമാരായിട്ടിരുന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കിട്ടാത്തതല്ല, അതിന് പണിയെടുക്കണം, പ്രയത്നിക്കണം. അതൊന്നും ചെയ്യാതെ മറ്റുള്ളവർ പ്രയത്നിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിൽ അസൂയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല, അതിനെപ്പറ്റി കരഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ എയ്ഡഡ് മേഖലയിലെ ഇതും കൂടെ ഞാൻ പറയട്ടെ, ബാക്കി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. എയ്ഡഡ് മേഖലയിൽ 60% സീറ്റും മെറിറ്റിലാണെന്നേ, ഏകജാലകം വഴിയായിട്ട് ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും കിട്ടും. അതിൽ 20% ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം കോട്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി മാനേജ്മെൻറ്റ് കോട്ട ജനറലാണ്. അപ്പോൾ ആ നിലക്ക് ഇവിടെ കോളേജുകൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഞാൻ എയ്ഡഡിലാണ്. സെൽഫ് ഫിനാൻസ് നിങ്ങൾക്ക് അറിയാലോ, 50-50 ഫോർമുല ആണ് MES നടപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് MESൻ്റെ എല്ലാ സ്ഥാപനങ്ങളിലും 50-50 എന്നുള്ള ഫോർമുലയാണുള്ളത്. അപ്പോൾ ആ നിലക്ക് ഇവിടെ നമുക്ക് ഞങ്ങൾക്കത് കിട്ടുന്നില്ല, അവഗണനയാണ് എന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അതിൽ ഒരു ഭൂരിപക്ഷം. പിന്നെ എന്തുകൊണ്ട് നമ്മൾ മുസ്ലിം MLA ലീഗിലുണ്ടായി? അത് ലീഗുകാരോട് ചോദിക്കേണ്ട കാര്യമാണ്. പ്രതിനിധിയോട് ഞാൻ ചോദിക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.